അലപ്പോ നഗരം പിടിച്ചെടുത്ത വിമതർക്കെതിരെ അക്രമം കടുപ്പിച്ച സിറിയൻ സൈന്യം ദൌത്യത്തിൽ സിറിയയെ സഹായിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അലപ്പോയിൽ നിന്ന് വലിയ തോതിലാണ് ജനങ്ങൾ പലായനം ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ അലപ്പോ പിടിച്ചെടുത്ത വിമതരെ തുരത്താനുള്ള ശ്രമത്തിലാണ് സിറിയൻ സർക്കാർ. സിറിയൻ സൈന്യവും റഷ്യൻ യുദ്ധവിമാനങ്ങളും വിമതരുടെ കൈവശമുള്ള പ്രദേശങ്ങളിൽ ആക്രമണം ശക്തമാക്കി. സിറിയയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തേക്കാണ് ശക്തമായ വ്യോമാക്രമണം നടക്കുന്നത്. സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇറാനിയൻ സൈനിക ഉപദേഷ്ടാക്കൾ സിറിയയിൽ തന്നെ തുടരും. ഇറാൻ പിന്തുണയുള്ള സായുധ സംഘത്തിലെ നൂറുകണക്കിന് അംഗങ്ങൾ സിറിയയിലേക്ക് കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച അലപ്പോ പിടിച്ചെടുത്ത വിമതർക്കെതിരെ പോരാടാൻ സർക്കാരിനെ സഹായിക്കുകയാണ് സായുധ സംഘത്തിന്റെ ലക്ഷ്യം. UK ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ കണക്കനുസരിച്ച് ഏറ്റവും പുതിയ റൗണ്ട് പോരാട്ടത്തിൽ സിവിലിയന്മാരും സൈനിക ഉദ്യോഗസ്ഥരുമായി 446 പേർ കൊല്ലപ്പെട്ടു. വടക്കു പടിഞ്ഞാറൻ സിറിയയിലെ ഇദ്ലിബ് പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാം അഥവാ HTS എന്ന ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പാണ് സിറിയൻ ഗവൺമെന്റിനെതിരായ മിന്നലാക്രമണം നയിക്കുന്നത്. ഒരു ദശാബ്ദത്തിലേറെയായി സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ ഭരണത്തിന് വലിയ വെല്ലുവിളിയാണ് വിമതർ ഉയർത്തുന്നത്. സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലപ്പോയുടെ ഭൂരിഭാഗവും ഇപ്പോൾ വിമതസേനയുടെ നിയന്ത്രണത്തിലാണ്. മധ്യഭാഗത്തുള്ള നഗരമായ ഹാമയിലേക്കാണ് വിമതസേന മുന്നേറ്റം തുടരുന്നത്. ഗാസയിൽ ഹമാസുമായുള്ള ഇസ്രായേൽ യുദ്ധം തുടരുന്നതിനിടയിലാണ് മിഡിൽ ഈസ്റ്റിലെ പുതിയ പോർമുഖം ഭീതി പരത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.